വിനയോടൊപ്പമുള്ള അതിഥികളിലേക്ക് നമ്മൾക്ക് പോകാം. എന്തായാലും എന്റെ കൂടെ ഉള്ളത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ്, ഒരു നടിയാണ്. കൂടാതെ മിമിക്രിയിൽ കഴിഞ്ഞ 2 വർഷമായി ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നു. മിമിക്രിയിൽ A ഗ്രേഡ് നേടിയ ഒരു കൊച്ചു സുന്ദരി എന്തായാലും നമ്മളോടൊപ്പം ഉണ്ട്. ഒന്ന് പരിചയപ്പെടാം അല്ലേ? പേരെന്താ? തേജലക്ഷ്മി. വീട് കോഴിക്കോട് പേരാമ്പ്ര. ഇതിപ്പോ 3-ാമത്തെ വർഷമാണല്ലേ സംസ്ഥാന സ്കൂൾ? അതെ 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 അതെ. ഇത്തവണ മിമിക്രി അല്ല, പകരം മോണോ ആക്ട് ആണ്. മിമിക്രിയും മോണാക്ടും നാടൻ പാട്ടുണ്ട്. 3 ഐറ്റം ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതാണ് ഒന്ന് മിമിക്രി ചെയ്യാൻ പറ്റുക? മിമിക്രി നാഗപ്പാട്ട്, പുള്ളുവൻ പാട്ട്. ചേട്ടേ. നഗത്താൻ കവിലെ നഗദൈവങ്ങളെ ഇനി എന്തു ചെയ്യണോ നഗരാജാവേ. എന്തായാലും നന്നായി ചെയ്തു. അപ്പൊ ഇതിലുള്ള ഗുരു അല്ലെങ്കിൽ മിമിക്രി പാടുന്നു, മിമിക്രി പഠിപ്പിക്കുന്നു, നാടൻ പാട്ട് പഠിപ്പിക്കുന്നു, ഇതിലുള്ള ഗുരു ആരാണ്? നാടൻ പാട്ട് മജീഷ് കാരയാടാണ് പഠിപ്പിക്കുന്നത്. മിമിക്രി അച്ഛനാണ് ഗുരു, ഷൈജു പേരാമ്പ്ര. അപ്പൊ അച്ഛൻ വന്നിട്ടുണ്ടോ? ഓ വന്നിട്ടുണ്ട്. എന്നാ പിന്നെ അച്ഛനെന്ന് വിളിച്ചു? അച്ഛ. അപ്പൊ പേരെന്താണ്? ഷൈജു പേരാമ്പ്ര. ഈ മകളെ ഈ മിമിക്രിയിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം? ഞാൻ ഒരു 10-20 വർഷമായി മിമിക്രി ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിൽ ഒരുപാട് കുട്ടികൾ വരുമല്ലോ ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവള് കുഞ്ഞാ. അപ്പോൾ ഇവളിങ്ങനെ മിമിക്രികളൊക്കെ ഇങ്ങനെ ക്ലാസ് കണ്ടുകൊണ്ട് അവർ പോയി കഴിഞ്ഞാൽ ഇവള് പ്രാക്ടീസ് ചെയ്യും മിമിക്രി മൈക്കിൽ. അപ്പോൾ ഇവളെ കഴിവ് അങ്ങനെയാണ് ഞാൻ കണ്ടെത്തി. അങ്ങനെ അതിനെ ട്രെയിൻ ചെയ്ത് ഇവിടം വരെ എത്തി. അപ്പൊ അച്ഛനാണ് മോളുടെ ഗുരു. അപ്പൊ ഇപ്പൊ ഈ സ്റ്റേജിൽ ഈ സംസ്ഥാന കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് മിമിക്രിക്ക് മോള് പങ്കെടുക്കുന്നത് അല്ലേ? ഇല്ല, 3-ാം വർഷമാണ്. സോറി, മോണോ ആക്ടിനാണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ആദ്യം മോണാക്ട് ആണ്. പിന്നെ എനിക്ക് ഇവള് മാത്രമല്ല, ഇവിടെ 6 വർഷമായിട്ട് എന്റെ കുട്ടികളാണ് ഹൈസ്കൂളില് ചാമ്പ്യന്മാരാകുന്നത്. അപ്പോ അതിന് ഈ വർഷം 3-ാമത്തെ വർഷം ഹാട്രിക്ക് തേക്കാൻ എത്തിയതാണ്. നിഷാൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. കലോത്സവ നഗരിയിൽ സജീവ സാന്നിധ്യമായ അച്ഛന് പുറകെ മകളും എന്നൊരു ടാഗ് ലൈൻ നമുക്ക് ഇതിന് കൊടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. കാരണം അച്ഛന് പുറകെ മകളും കലോത്സവ നഗരിയിൽ സ്ഥിരമായ സാന്നിധ്യമാകുന്നു. മാത്രമല്ല മത്സരിക്കുന്ന എല്ലാ ഇനങ്ങളിലും മികച്ച ഗ്രേഡോടുകൂടി സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. പുതിയ സിനിമയിലൊക്കെ അഭിനയിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഏതാ സിനിമ? ഹത്തനെ ഉദയ. ഹത്തനെ ഉദയയിൽ നായികേന്റെ കുട്ടിക്കാലയിട്ട് ചെയ്തു. AK കുഞ്ഞിരാമൻ പണിക്കരാണ് ഡയറക്ടർ വരുന്നത്. ജോസഫേ, നമ്മുടെ കൂടെ നിൽക്കുന്നത് അപ്പൊ ഒരു സെലിബ്രിറ്റിയാണ് കേട്ടോ, സെലിബ്രിറ്റി. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതുപോലെ കലാപ്രതിഭയായി വന്നതിന് ശേഷം ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂ അടക്കം എടുക്കാനുള്ളതാണ്. ഏതൊക്കെയായാലും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അച്ഛനും മകളും ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവരുടെ ഒരു പെർഫോമൻസ് കാണണ്ടേ? കോംബോ പെർഫോമൻസ്. ഇളക് 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 മണീഷിലേ ഇളക് 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 അക്ഷരം തെറ്റാതെ കലാകാരന്മാരെന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ എവിടെ നിന്നാണ് ഉയർന്നു വരുന്നത് എന്ന ചോദ്യത്തിന് ഒരേ ഒരു മറുപടി, അത് കലോത്സവ നഗരിയിൽ നിന്ന് തന്നെയാണ്. അല്ലേ വിസ്മയ? ജോസഫ് ഇടയ്ക്കിടയ്ക്ക് എന്റെ പേര് തെറ്റിച്ച് പറയുന്നുണ്ട്. എന്തായാലും തീർച്ചയായും നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത്. നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇതിപ്പോ 3-ാം തവണയാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഹാട്രിക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ഉണ്ടാവില്ലേ? തീർച്ചയായും. നിങ്ങളൊരു സ്പെഷ്യൽ ഒരു സംഭവം ഞങ്ങള് ഇപ്പം പറയുന്നില്ല. കലോത്സവം കഴിഞ്ഞോട്ടെ, മത്സരം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇന്ന് മത്സരം ഉണ്ടോ? ഇന്നില്ല, 7-ാം തീയതിയാണ് 3 ഐറ്റം. 7-ാം തീയതി. 3 ഐറ്റം 7-ാം തീയതിയാണല്ലേ? അപ്പൊ ടെൻഷൻ ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അതെന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് ഓരോ കലാകാരന്മാരും ഈ കലോത്സവ വേദിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ നിരവധി പേരാണ് ചില സമയം അല്ലെങ്കിൽ ഹാട്രിക് അടിക്കാൻ നിരവധി പേരെത്തുന്നുണ്ട്. ആദ്യമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ കുറെ പേരുണ്ട്. ഇത്തരത്തിൽ നിരവധി പേരാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. എന്തായാലും നമ്മളോട് കൂടെ ഇപ്പൊ റിയാസ് KMR കൂടെ ചേരുന്നുണ്ട്. റിയാസ് കുറെ നേരമായി ബാക്ക് സ്റ്റേജിൽ നിന്നും പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ അതെ അതെ. അല്ല,
ഞാൻ നിങ്ങളുടെ പ്രകടനം കാണുമായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ തേജലക്ഷ്മി ഹത്തന ഉദയ സിനിമ, അത് പറഞ്ഞില്ലേ, ഹത്തന ഉദയ സിനിമയിൽ നായികയുടെ ബാല്യകാലം അവതരിപ്പിച്ച ആളാണ്. മൂന്ന് സിനിമകൾ തേജലക്ഷ്മി ചെയ്തിട്ടുണ്ട്. അതിലുപരി തേജലക്ഷ്മിയുടെ അച്ഛൻ തന്നെയാണ് ഗുരു ഒക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെയാണ് അതായത് നമ്മുടെ ഇവിടെ കാണുന്ന കാഴ്ചകളിൽ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. സ്വന്തം മക്കൾ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരുണ്ടാകുന്നു. അവർ മക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള സുന്ദരമായ കാഴ്ചകൾ നമുക്ക് ഈ റിയാസ്കയുടെ കുഞ്ഞുകുട്ടിക്ക് ഏത് ഐറ്റത്തിലായിരിക്കും കോച്ചിങ് കൊടുക്കുക അത് അറിയാൻ ആഗ്രഹമുണ്ട്. അവിടുന്ന് ചോദിച്ചാലല്ലോ, അല്ല അത് എന്താന്ന് പറഞ്ഞാല് നമ്മുടെ മക്കള് ഏത് ഐറ്റം ഒന്നുമല്ല, അത് അവര് തീരുമാനിക്കട്ടെ. അവർക്ക് ഏത് രക്ഷിതാവായാലും അവരവരുടെ മക്കള് വളർന്നു വരുന്ന സമയത്ത് അവര് സ്വയം തീരുമാനിക്കുക. ആ മക്കളുടെ അഭിരുചി ഏതാണോ അതിനനുസരിച്ച് വളർത്തുക, അല്ലാതെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വളർത്തുന്നത്. എന്റെ രക്ഷിതാക്കൾ എന്നെ ഒരിക്കലും അവരുടെ താല്പര്യത്തിനനുസരിച്ച് വളർത്തിയിട്ടില്ല, എന്റെ താല്പര്യത്തിന് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല മനുഷ്യരാവുക എന്നതാണ്. അതുപോലെ മുന്നോട്ട് പോകണം. പിന്നെ എനിക്കൊരു സംശയമുള്ളത്, ജോസഫ് കേൾക്കുക, നമ്മൾക്ക് നല്ല മനുഷ്യനാവുക, ആദ്യം ഒരു നല്ല മനുഷ്യനാകുക എന്ന് കോഴിക്കോട് നിന്നാണ് പ്രമുഖ സാഹിത്യകാരന്റെ വാക്കുകളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾക്കൊരു ഇടവേളയിലേക്ക് ഉടൻ പോകേണ്ടതുണ്ട്. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ റിയാസ് കെമാറും ജോസഫും വിനയയും ഈ കലോത്സവ വേദിയിലെ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെയുള്ള അച്ഛനും മകളും ഒരേപോലെ കലയുടെ മിമിക്രി അനുകരണ ലോകത്ത് വലിയ പ്രാഗൽഭ്യം കാണിച്ച അതേപോലെയുള്ള കലാകാരന്മാരെയും കലാകാരികളെയും അടുത്ത് കൊണ്ടുവന്ന് നിർത്തുക. നമ്മൾക്ക് അവരുമായിട്ട് സംസാരിക്കാം, അവരെ പരിചയപ്പെടാം. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ ഇവരുടെ അരികിൽ പുതിയ കലാകാരന്മാരും കലാകാരികളും ഉണ്ടാവും.